ഇസ്രായേൽ നേരിടുന്നത് പോർമുഖങ്ങൾ തുറന്നു വെക്കുന്നത് 3 ഭീകര സംഘടനകൾക്കെതിരെയാണല്ലോ. ഹിസ്ബുള്ള, ഹമാസ്, ഹൂത്തികൾ. ഈ ഹൂത്തികൾ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ആക്രമണങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട വിനോദം എന്ന് പറയുന്നത് കടലിലൂടെ കടന്നു പോകുന്ന ഷിപ്പുകളെയൊക്കെ ആക്രമിക്കുക. പ്രത്യേകിച്ച് അത് ഇസ്രായേലിന്റെ ആയിക്കോട്ടെ, US-ന്റെ ആയിക്കോട്ടെ. ഇപ്പോൾ വീണ്ടും ഇത്തരത്തിലൊരു ആക്രമണമൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ടല്ലോ. അതായത് ഈ ചെറിയ ഇടവേളയ്ക്ക് ശേഷം എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. കാര്യം ഈ ഒരു ആചാര വെടി പോലെയാണ് ഹൂത്തികൾ. ചുമ്മാ ഇരിക്കുമ്പോൾ ഒരു മിസൈൽ എടുത്ത് കത്തിച്ചങ്ങ് വിടും. അത് ഇസ്രായേലിന് നേരെ ഇസ്രായേലിൽ എവിടെയെങ്കിലും. കാര്യം ഇത് ഈ വാസ്തവത്തിൽ ഈ മിസൈൽ എന്നൊക്കെ പറയാമെങ്കിലും അത് ഒരു അപരിഷ്കൃത രൂപമാണ്. മിസൈലുകളുടെ അത്ര വലിയ സംഭവമായിട്ട് പറയാനൊക്കില്ല. പക്ഷേ ഇപ്പോൾ ഈ സംഭവം ഗൗരവ സ്വഭാവമുള്ളതാകാൻ കാരണം ഇവർ വിട്ട മിസൈല് അതിൽ ക്ലസ്റ്റർ ബോംബുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് ഈ ഇസ്രായേൽ സേന നിഷേധിക്കുന്നുണ്ട് അത് അവരുടെ ടെറിട്ടറിയിൽ വീണിട്ടില്ല, പക്ഷേ അത് വീണ് പൊട്ടി എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ എന്തിന് ക്ലസ്റ്റർ ബോംബ് അയക്കുന്നു? ക്ലസ്റ്റർ എന്ന് മനസ്സിലായില്ല. അതായത് വരുമ്പോൾ ഒന്ന് വിരിയുമ്പോൾ കുറേ എണ്ണമായിട്ട് മാറും. പല പല സ്ഥലങ്ങളിൽ അത് വീണ് പൊട്ടും. ഈ ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനം നമുക്കറിയാം, അയൺ ഡോം എന്നാണ് പറയുക. അപ്പോൾ അത് വരുന്ന മിസൈലുകളെ ഡിറ്റക്ട് ചെയ്ത് അതിനെ ആകാശത്ത് വെച്ച് തന്നെ തകർത്ത് കളയുകയാണ് അയൺ ഡോം ചെയ്യുന്നത്. ഈ ക്ലസ്റ്റർ ബോംബുകൾ ഉള്ള മിസൈലുകൾ വന്നാലുള്ള കുഴപ്പം ഒരേ സമയം പലതിനെ ലക്ഷ്യം വെക്കാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പോൾ 10 ക്ലസ്റ്റർ ബോംബുകൾ ഉണ്ടെന്ന് കരുതുക. അപ്പോൾ അതിൽ ഒരെണ്ണത്തെ ഇത് ടാർഗറ്റ് ചെയ്യും, സ്വാഭാവികമാണ്. ബാക്കി 9 എണ്ണം പൊട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഈ ഹൂത്തികൾക്ക് ഇതെവിടുന്ന് കിട്ടി? ഈ ക്ലസ്റ്റർ ബോംബുള്ള മിസൈൽ അല്ലെങ്കിൽ റോക്കറ്റ് എവിടുന്ന് കിട്ടി? അത് ഇറാൻ കൊടുത്തതാണ്. കാര്യം ഇറാൻ ഇസ്രയേലിനെ ആയിട്ടുള്ള സംഘർഷ സമയത്ത് ഇറാൻ ഉപയോഗിച്ച വജ്രായുധമാണ് ഈ ക്ലസ്റ്റർ ശേഷിയുള്ള റോക്കറ്റുകൾ, മിസൈലുകൾ. അപ്പോൾ ഇറാൻ ഹൂത്തികൾക്ക് ഇത് കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും കൊടുക്കും. കാരണം ഈ ഹൂത്തികൾ എന്ന് പറയുന്നത് ഇറാൻ ഭരണകൂടത്തിൻ്റെ പ്രോക്സി സംഘടനയാണ്. പ്രോക്സി സംഘടന എന്ന് പറഞ്ഞാൽ അവരുടെ ആജ്ഞാനുവർത്തികളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്രയേലിനെ ആക്രമിക്കാനായിട്ട് ഇറാൻ അവർക്ക് ആയുധം കൊടുത്തു എന്ന് നമുക്ക് ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ മനസ്സിലാക്കും. ഇനിയും കുറച്ചുകൂടി പിന്നോട്ട് പോയാൽ ഈ ഇറാൻ ഇതെവിടുന്ന് കിട്ടി എന്ന് ചോദിച്ചാൽ അതിൻ്റെ റോൾ കളിച്ചത് ചൈനയാണ്. ഈ ഇസ്രായേൽ ഇറാൻ സംഘർഷമൊക്കെ തീർന്നു, അവർ തമ്മിൽ വെടിനിർത്തൽ കരാറൊക്കെ ഉണ്ടായതിന് ശേഷം ഒരു രഹസ്യ കപ്പൽ ഇറാൻ ചൈനയിലേക്ക് അയക്കുന്നു. ചൈനയിൽ നിന്ന് കുറേ സാമഗ്രികൾ, അതെല്ലാം ഏറിയ പങ്കും മിസൈൽ ഉണ്ടാക്കാനുള്ള അസംസ്കൃത വസ്തുക്കളും സ്ഫോടക വസ്തുക്കളും ഒക്കെയാണ്. അത് ഇറാൻ തീരം ലക്ഷ്യമാക്കി നീങ്ങുന്നു. പക്ഷേ കൊണ്ടുപോയ ചരക്കിൽ ഒരു ഭാഗം മാത്രമേ ഇറാൻ ഇറക്കിയുള്ളൂ. ഒരു ഭാഗം നേരെ പോയേക്കുന്നത് ഈ ഹൂത്തികളുടെ കയ്യിലേക്കാണ്. നേരത്തെ തന്നെ വാർത്തകൾ വന്നിരുന്നു. അപ്പോൾ ആ പോയ സാധനം വെറുതെ ആയില്ല, ഹൂത്തികൾ എടുത്തു വെച്ച് കത്തിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇടവേളയ്ക്ക് ഇടയിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ സംഘടിപ്പിക്കുക, പൊട്ടിക്കുക. കാരണം ഈ ഹൂത്തികൾ എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു പ്രബല ശക്തിയൊന്നും ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു നിസ്സാര ഒരു പുഴുക്കളെ പോലെ എടുത്ത് കളയാവുന്ന കേസേ ഉള്ളൂ. പക്ഷെ അവർ ഇത്ര വലിയ ആയുധങ്ങൾ ഇപ്പോൾ അവർ വെക്കുന്നുണ്ടെങ്കിൽ അവരെ ഇനിയും കരുതലോടെ എടുക്കണമെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ചെറിയ ഇടവേളയ്ക്ക് ശേഷം എന്ന് പറഞ്ഞാൽ തന്നെ ശരി, അങ്ങനെയാണെങ്കിൽ തന്നെ 3 മിസൈൽ ആക്രമണം ഉണ്ടായി ഇസ്രായേലിന് നേരെ. അത് ഒരെണ്ണം ഈ പറഞ്ഞതുപോലെ ക്ലസ്റ്റർ ബോംബ് ഉള്ള മിസൈലായിരുന്നു. അത് ഇസ്രായേലിൻ്റെ പരിധിക്ക് വരുന്ന പൊട്ടിയിട്ടുണ്ട്. മറ്റ് 2 എണ്ണം ഇസ്രായേൽ സേന തന്നെ പറയുന്നു അവരത് ഇൻ്റർസെപ്റ്റ് ചെയ്തു, എന്ന് വെച്ചാൽ ആകാശത്ത് വെച്ച് തന്നെ തകർത്ത് കളഞ്ഞു. ഇതാണ് ഇപ്പോഴത്തെ സ്റ്റാറ്റസ്. ഇനി എന്തുകൊണ്ട് ഹൂത്തികൾ ഇപ്പോൾ തലപൊക്കി? നേരത്തെ തലപൊക്കിയതാണ്. കൃത്യമായി പറഞ്ഞാൽ ഈ നമ്മുടെ ഹമാസ് ഉണ്ടല്ലോ, ഹമാസ് ഇസ്രയേലിൽ കടന്നു കയറി 2022 ഒരു എന്താ പറയുക വലിയ രീതിയിലുള്ള ഒരു ആക്രമണം നടത്തി 1200-ലധികം പേരെ കൊന്നു തള്ളിയ ഒരു സംഭവമുണ്ട്. അതിനുശേഷം ഇസ്രയേൽ ഹമാസിനെ നിലം തൊടാതെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയം. അപ്പോൾ ഈ ഹമാസിനെ ഒന്ന് പരിപോഷിപ്പിക്കാൻ വേണ്ടി, ഇസ്രയേലിനെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി അന്ന് തുടങ്ങിയതാണ് ഈ ഹൂത്തികൾ. അതിനു മുമ്പേ തലവേദനയാണ് ഇസ്രയേലിന്. ഹൂത്തികൾ അവിടുന്ന് ഓരോ റോക്കറ്റുകൾ ഇങ്ങോട്ട് അയക്കും. അത് ഇസ്രയേൽ ഇങ്ങനെ വരുന്ന കാണുമ്പോൾ തന്നെ ഇത് ഹൂത്തികളുടെ സാധനം, വരവ് കാണുമ്പോഴേ അറിയാം, അവരതിനെ തകർക്കും. ഇതാണ് കാലങ്ങളായി നടന്നുകൊണ്ടിരുന്ന ആചാരം. പക്ഷേ ഇപ്പോൾ ഇത്തിരി ഗൗരവ സ്വഭാവം വന്നത് ഇങ്ങനെയാണ്. ഇനി ഇവർ ഈ 3 മിസൈൽ അയച്ചതിൻ്റെ കഥ അവിടെ നിൽക്കട്ടെ. ഇവരുടെ മെയിൻ പരിപാടി നേരത്തെ പ്രജിത പറഞ്ഞതുപോലെ ഒന്നെങ്കിൽ ഇസ്രയേലിലേക്ക് പോകുന്ന ചരക്ക് കപ്പൽ, അല്ലെങ്കിൽ ഇസ്രയേലുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള ചരക്ക് കപ്പൽ, അല്ലെങ്കിൽ ഇവർ ശത്രുതാ ലിസ്റ്റിലിട്ടിരിക്കുന്ന വേറെ കുറേ രാജ്യങ്ങളുണ്ട്, അവരുമായി ബന്ധമുള്ള, ഇപ്പോൾ അമേരിക്ക അടക്കം ഉള്ള ബന്ധമുള്ള ചരക്ക് കപ്പൽ വന്നു കഴിഞ്ഞാൽ ഇവരതിനെ ലക്ഷ്യം വെക്കും. ഒരു കണക്ക് പറയാം. 2023 നവംബർ അന്ന് മുതൽ 2024 ഡിസംബർ വരെയുള്ള ആ ഒരു വർഷം, ഏകദേശം ഒരു വർഷ കാലയളവ്, ആ കാലയളവിൽ മാത്രം 100 ചരക്ക് കപ്പലുകളെയാണ് ഈ ഹൂത്തികൾ, അതായത് ചുവന്ന കടൽ റെഡ് സീയിൽ
ആക്രമിച്ച് ഇല്ലാതാക്കിയത്. അതിൽ ഈ അടുത്ത കാലത്ത് മാത്രം 4 ചരക്ക് കപ്പൽ ഇവർ ആക്രമിച്ച് മുക്കിക്കളഞ്ഞു. 8 പേരാണ് ഇതുമായി ബന്ധപ്പെട്ട് മരിച്ചത്. ഈ കഴിഞ്ഞ ജൂലൈയിൽ നടന്ന ഒരു സംഭവമാണ് ഏറ്റവും ഭീകരമായിട്ടുള്ളത്. അതിൽ ഒരു ചരക്ക് കപ്പൽ ഇവരെ ആക്രമിച്ച് മുക്കിക്കളഞ്ഞു. 4 പേര് ആ സംഭവവുമായി ബന്ധപ്പെട്ട് മരിച്ചു. കുറേയധികം പേര് ഇവർ തടങ്കലിലാക്കിയിട്ടുണ്ട്. അത് വിലപേശലിന് വേണ്ടിയിട്ടാണ് തടങ്കലിലാക്കിയിട്ടുണ്ട്. ഇതാണ് ലാസ്റ്റ് സ്റ്റാറ്റസ്. പിന്നെ ഈ പറയുന്നത് പോലെ ഈ റോക്കറ്റ് ആക്രമണം ഇപ്പോൾ നടത്തിക്കൊണ്ട്. ഇനി മറ്റൊരു സംഗതി കൂടി പറയാം. ഇവർ ഈ പിന്നെ UN രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ഈ ഹൂത്തികളിപ്പോൾ ഉള്ള സ്ഥലം നമുക്കറിയില്ല, സിറിയയിലാണ്. അപ്പോൾ അവിടെ യമനിലാണുള്ളത്, പറഞ്ഞു മാറിപ്പോയി. അപ്പോൾ യമനിലാണുള്ളത്. അവിടെ വലിയ രീതിയിലൊരു മാനുഷിക പ്രശ്നം നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ്. അവിടുത്തെ ഭരണകൂടമൊക്കെ തകർന്ന് തരിപ്പണമായിപ്പോയി. അപ്പോൾ അവിടെ ഈ ഹൂത്തികളാണ് ഒരു പ്രദേശം ഇപ്പോൾ കൈയടക്കി വെച്ചിരിക്കുന്നത്. സന എന്ന് പറയുന്ന മേഖലകളൊക്കെ ഇപ്പോൾ നമ്മുടെ നിമിഷപ്രിയയൊക്കെ തടവിൽ കഴിയുന്ന മേഖലയാണ്. അപ്പോൾ അവിടെ വലിയ രീതിയിൽ ജനങ്ങൾ ദുരിതത്തിൽ കഴിയുന്നുണ്ട്. അപ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടി, അവർക്ക് സഹായം എത്തിക്കാൻ വേണ്ടി ഐക്യരാഷ്ട്രസഭ സന്നദ്ധ സേവകരെ അവിടെ അങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ട്. ഈ ചങ്ങാതിമാർ അവരെയും കൂടി പിടിച്ചു വെച്ചേക്കുകയാണ്. ഒരു 18 ഐക്യരാഷ്ട്രസഭയുടെ 18 സന്നദ്ധ പ്രവർത്തകർ ഇപ്പോൾ ഹൂത്തികളുടെ പിടിയിലാണ് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അവിടെ മാത്രം ഈ എന്തുകൊണ്ട് ഈ UN സന്നദ്ധ പ്രവർത്തകർ അവിടെ പ്രവർത്തിക്കുന്നതെന്ന് വെച്ചാൽ ഏതാണ്ട് ഈ ഹൂത്തികൾ അടക്കി വച്ചിരിക്കുന്ന മേഖലയിൽ മാത്രം 12.5 ലക്ഷം പേർ ദുരിത ജീവിതം നയിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വെള്ളവും ഭക്ഷണവും മരുന്നും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ചെന്നേക്കുന്നത്. പക്ഷേ അവരെ ഇവർ പിടിച്ചു വച്ചേക്കുന്നതിൻ്റെ ഉദ്ദേശം വിലപേശലിന് വേണ്ടി, മറ്റൊരു തരത്തിലൊരു വിലപേശലിന് വേണ്ടിയിട്ട്. നേരത്തെ പറഞ്ഞു ഈ ഇറാൻ്റെ പ്രോക്സി സംഘടനയാണ് ഹൂത്തികൾ. ഈ ഇറാൻ ഇസ്രയേൽ സംഘർഷം നടന്ന സമയത്തും ഈ ഹൂത്തികൾ ഇസ്രയേലിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തിയിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ വന്നിരുന്നു. അതേപോലെ തന്നെ ഇവർ ഈ റെഡ് സീ എന്ന് പറയുന്ന ചുവന്ന കടലിൽ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ആൾക്കാരാണ്. ഇവിടെ നമ്മുടെ ഇസ്രയേലിൻ്റെ പ്രതിരോധ മന്ത്രി, അയാളുടെ പേര് രസകരമാണ്, ഇസ്രയേൽ കാറ്റ്സ് എന്നാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവർ ഈ പരിപാടി തുടങ്ങിയത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കുറച്ച് കാലത്തേക്ക് വലിയ തലവേദനകൾ ഇല്ലാതിരുന്നതാണ്, ഇപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവർ ഈ ഇസ്രയേലിനൊരു കുഴപ്പമുണ്ട്, അവർ പറഞ്ഞത് ചെയ്യും. അവർ പറഞ്ഞേക്കുന്ന ഈ ഹൂത്തികൾ അല്ലെങ്കിൽ അവരുടെ പിണിയാളുകളായിട്ട് നിൽക്കുന്ന ആരെയും നിലം തൊടാൻ അവർ വെച്ചേക്കില്ല, എല്ലാവരെയും തീർത്ത് കളയും എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഒരാഴ്ച മുമ്പ് ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ. അതായത് ഈ യമനിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഈ ഹൂത്തികൾക്ക് തീർത്താൽ തീരാത്ത നഷ്ടമുണ്ടായി. കാര്യം അവരൊരു പ്രസിഡൻറ്റിനെയൊക്കെ, ഒരു പ്രധാനമന്ത്രിയെയൊക്കെ അവിടെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അയാളടക്കം 11 പേരാണ് തീർന്നത്. അപ്പോൾ ഇസ്രയേലിനോട് കളിച്ചാൽ എന്തായിരിക്കും പരിണിത ഫലം എന്നുള്ളത് ഹൂത്തികൾക്ക് ബോധ്യമുള്ള കാര്യമാണ്. ഇപ്പോൾ അതിൻ്റെ പ്രതികാരം എന്ന നിലയിലാണ് അവർ ഈ റോക്കറ്റ് ആക്രമണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഹമാസിന് എന്താണോ ഗതി ഉണ്ടായത് അത് തന്നെയായിരിക്കും ഹൂത്തികളെയും കാത്തിരിക്കുന്നത് എന്നുള്ളത് വൈകിയെങ്കിലും അവർ വലിയ താമസമില്ലാണ്ട് അവരത് മനസ്സിലാക്കും.